വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൂത്തുപറമ്പ് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. 2 മണിക്കൂർ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനവും നടന്നു. KPMC നമ്പറില്ലാതെ കൂത്തുപറമ്പ് പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും അനധികൃതമായി സമാന്തര സർവീസ് നടത്തുന്ന കോൾ ടാക്സികൾക്കെതിരെയും നടപടി സ്വീകരിക്കുക, അനുവദനീയമല്ലാത്ത സ്ഥലത്ത് കൃത്രിമ സ്റ്റാൻഡുണ്ടാക്കി സർവീസ് നടത്തുന്ന വണ്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സൂചനാ പണിമുടക്ക് നടത്തിയത്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് നഗരത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കാളികളായി. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനു മുൻപും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം കൂത്തുപറമ്പ് നഗരം ചുറ്റി മാറോളിക്കെട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. സമാപനോദ്ഘാടനം ഓട്ടോ തൊഴിലാളി യൂണിയൻ CIT നേതാവ് AK വിനോദൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൂത്തുപറമ്പ് പട്ടണത്തിൽ ഓടുന്ന എല്ലാ ഓട്ടോറിക്ഷകൾക്കും മുനിസിപ്പാലിറ്റി അംഗീകൃത നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ കാലോചിതമായി പരിഷ്കരിക്കാൻ കഴിയണം. കാലോചിതമായി പരിഷ്കരിക്കണമെങ്കിൽ മോട്ടോർ വകുപ്പ് RTO ഒരു ദിവസം നിശ്ചയിക്കുകയും നിലവിലുള്ള നമ്പർ ചെക്കിംഗ് നടത്തുകയും ചെയ്യും. ഈ വിഷയം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ണൂർ RTOന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ RTO അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നില്ല. INTUC ജില്ലാ നേതാവ് രാജീവൻ ശങ്കരനെല്ലൂർ അധ്യക്ഷനായി. INTUC ബ്ലോക്ക് പ്രസിഡന്റ് KP വിജീഷ്, BMS നേതാവ് P പുഷ്പരാജൻ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നേതാവ് P അനിൽകുമാർ, സമരസമിതി കൺവീനർ OP മനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ഉടനടി ഈ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ തീരുമാനം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.